ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ വചനപഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തോളം നമ്മൾ സഭകളുടെ ക്രിസ്തു എന്ന തലക്കെട്ടിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ളതായ ചില വെളിപ്പെടുത്തലുകൾ, കർത്താവ് തന്നെ നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാനും കർത്താവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ നമുക്ക് ആ ധ്യാനം മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടി ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വേറൊരു വിഷയം പഠിക്കാം എന്ന് വിചാരിക്കുകയാണ്. വിഷയം നമുക്ക് വളരെ പരിചയമുള്ളതാണ്, എങ്കിലും അത് ഒന്ന് പഠിക്കണം എന്നുള്ളതായൊരു ആഗ്രഹം ചില നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധത്തിലുള്ള ചില സത്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള ചില ക്ലാസ്സുകളിൽ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. വിഷയത്തിൻ്റെ പേര് പറയുന്നു, മടങ്ങാം മഹാനിയോഗത്തിലേക്ക്. മടങ്ങാം മഹാനിയോഗത്തിലേക്ക്. മഹാനിയോഗത്തെക്കുറിച്ച് നമുക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച വിഷയവും അതുമായിട്ടൊരു ബന്ധമുണ്ട്, എന്ന് പറഞ്ഞാൽ വളരെ സജീവമായ ബന്ധമുണ്ട്. മഹാനിയോഗം ആര് നൽകിയിട്ടുള്ളതാണ്? കർത്താവ് നൽകിയിട്ടുള്ളതാണ്. സഭകളുടെ ക്രിസ്തു നൽകിയിട്ടുള്ളതാണ് മഹാനിയോഗം. അപ്പോൾ അതുകൊണ്ട് ആ മഹാനിയോഗത്തിൻ്റെ മഹത്വം നമുക്ക് ധാരാളം ഓർക്കാനായിട്ട് സാധിക്കും. സാധാരണ മഹാനിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. ഒരു പിതാവ് മക്കളോട് മരണത്തിന് മുമ്പ് ഏറ്റവും ഒടുവിൽ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അങ്ങനെ പറയാൻ എല്ലാ പിതാക്കന്മാർക്കൊന്നും അവസരം കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ സാധാരണ മരണത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് വല്ലതും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ആരായാറുണ്ട്. അപ്പോൾ ചില പിതാക്കന്മാരങ്ങനെ പറയാറുണ്ട്. ബൈബിളിലെ പിതാക്കന്മാർ വല്ലതും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായ പിതാക്കന്മാരാണ്. ഒരാളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വരികയായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. യാക്കോബ് പിള്ളേരെ ഓരോരുത്തരെയും കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനിടയായി തീർന്നത്. അത് വലിയ പ്രവചന സത്യങ്ങളായിരുന്നു എന്നുള്ളത് പിൽക്കാല ചരിത്രം തെളിയിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ആവർത്തന പുസ്തകത്തിലൂടെ കഴിഞ്ഞ ചില മാസങ്ങൾ കടന്നു പോയപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മോശ ഒടുവിലായിട്ട് ചില സത്യങ്ങൾ താൻ വളരെ സ്നേഹിച്ച, താൻ നേതൃത്വം കൊടുത്ത ദൈവജനത്തിന് കൈമാറിക്കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ യോശുവയുടെ പുസ്തകമാണ് വായിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങൾ യോശുവയുടെ വിടവാങ്ങൽ സന്ദേശം എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ യോശുവയോട് ദൈവം തുടക്കത്തിൽ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവില്ല. കാരണം യോശുവ മോശയോടുകൂടെ നീണ്ട 40 വർഷങ്ങൾ മോശയുടെ ശുശ്രൂഷകനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് യോശുവയെ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ച അധ്യായങ്ങളാണ് നമ്മൾ തുടക്ക അധ്യായങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം യോശുവയ്ക്ക് ചില ഉപദേശങ്ങളുമൊക്കെ കൊടുത്ത്
അങ്ങനെ ആ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം 40 വർഷം നിർവഹിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ്. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായി താൻ മരണത്തോടടുക്കുന്നു എന്നുള്ളത് മനസ്സിലായപ്പോൾ താൻ തൻ്റെ ജനത്തിന് ഒടുവിലായിട്ട് ചില പ്രധാനപ്പെട്ട ആലോചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. തൻ്റെ അനുഭവം പറയുന്നുണ്ട്, വേറെ ഉപദേശങ്ങളും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നൊക്കെയുള്ളത് ആ വിടവാങ്ങൽ സന്ദേശത്തിൽ ഉൾപ്പെട്ടതാണ്. പിന്നെ യോശുവയോട് ദൈവം 1-ാം അധ്യായത്തിൽ പറഞ്ഞതായ കാര്യങ്ങൾ, അതേ വാക്കുകൾ യോശുവ ഒടുവിൽ ജനത്തോട് പറയുന്നുണ്ട്. ദൈവം കൊടുത്ത മോശ മുഖാന്തരം നൽകിയ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അത് ദൈവം യോശുവയോട് തുടക്കത്തിൽ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ യോശുവ ആ വാക്കുകൾ തന്നെ തൻ്റെ ജനത്തിന് കൈമാറി കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ 1-2 ചരിത്രം പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിലെ പിതാക്കന്മാർ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പിതാവ് മക്കളെ വിളിച്ച് ചില കാര്യങ്ങൾ പറയാനിടയായിട്ട് തീർന്നാൽ ആ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തു വില കൊടുത്തും ആ പറഞ്ഞ കാര്യം അനുസരിക്കാനായിട്ട് ഉത്സാഹിക്കും. കാരണം അത് അപ്പനോടുള്ളതായ സ്നേഹത്തിൽ ഉൾക്കൊള്ളുന്നതായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മരണത്തിന് മുമ്പ് പറഞ്ഞ ഒരു വലിയ പ്രസംഗമുണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. അല്ലേ, കർത്താവിൻ്റെ മരണത്തിന് മുമ്പ്, മരണത്തിൻ്റെ തലേ രാത്രിയിൽ മാളികമുറിയിലെ പ്രസംഗം എന്ന് വിളിക്കപ്പെടുന്ന ദീർഘമായ പ്രസംഗം അങ്ങനെ ഒടുവിൽ പറഞ്ഞതാണ്. 13 യോഹന്നാൻ 13, 14, 15, 16 ഈ അധ്യായങ്ങളിൽ അതങ്ങനെ വളരെ വിശദമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിൽ ഈ മഹാനിയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടില്ല. പക്ഷെ മഹാനിയോഗം കർത്താവ് കൊടുത്തത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളുന്നതാണ്. മരണത്തിന് മുമ്പ് പറഞ്ഞ കാര്യത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഏറ്റവും ഒടുവിലായി കൈമാറിയതായ കാര്യമാണ് മഹാനിയോഗം. അപ്പോൾ ആ മഹാനിയോഗം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ, ഒരു ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഞാൻ ഈ പഠനത്തിൽ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതായ കാര്യം നമ്മൾ വേറിട്ട് ചിന്തിക്കും. എങ്കിലും നമുക്കത് പലതുമൊക്കെ അറിയാവുന്നതായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം കൂടിയാണ്. ആദ്യത്തെ വാക്ക് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്, മടങ്ങാം മഹാനിയോഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മഹാനിയോഗത്തിൻ്റെ കൃത്യമായ അനുസരണത്തിൽ നിന്ന് പൊതുവെ ക്രിസ്തീയ ഗോളം വ്യതിചലിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യതിചലിച്ചാൽ ആ വ്യതിചലനത്തിൽ ഇത്രയും വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ പൊക്കോട്ടെ എന്ന് നമ്മളാരും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾ 10-30 വർഷങ്ങളൊക്കെ ഒരു ലൈനിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ അടിസ്ഥാന രേഖ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര വർഷങ്ങൾ പിന്നിട്ടാലും കർത്താവ് നൽകിയ മഹാനിയോഗം അതിൻ്റെ അതേ രൂപം നമ്മുടെ കയ്യിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആ തലക്കെട്ടിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ ഈ മഹാനിയോഗത്തിൽ നിന്ന് ഏതെങ്കിലും അളവിലൊക്കെ വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരും ഇങ്ങനെയാണ് പോയത് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആ വ്യതിചലനത്തിൽ തുടരാൻ ഇടയായിട്ട് തീരാതെ നമുക്ക് എങ്ങോട്ട് മടങ്ങണം? നമ്മുടെ കർത്താവ് നൽകിയതായ മഹാനിയോഗത്തിൻ്റെ കൃത്യതയിലേക്ക് യഥാസ്ഥാനപ്പെടാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മഹാനിയോഗം ഒത്തിരി തെറ്റിക്കാതെ ഒക്കെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ട് എന്ന് വരികിൽ ആ തെറ്റുകളെ തിരുത്തി ഈ നിയോഗത്തിൻ്റെ തനിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കണം. എൻ്റെ ഈ അടുത്ത കാലത്തുള്ള ശുശ്രൂഷകളിൽ എന്നെ ഈ ചിന്ത വളരെയധികം സഹായിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാനിയോഗത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യണം എന്നുള്ളതായ നിർണയത്തിലേക്ക് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതിന് ഇണങ്ങാത്ത പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു. അത് കൃത്യമായിട്ട് അനുസരിക്കാനുള്ളതായ വഴിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതായ വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ ദൈവം തരാനിടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കത്തക്കവണ്ണം എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാനുള്ളതായ ആ സമർപ്പണം സൂക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് ഞാൻ പറയാം എന്ന് വിചാരിക്കുകയാണ്. മഹാനിയോഗത്തിൻ്റെ അന്തസത്ത സുവിശേഷവൽക്കരണമാണ്. അപ്പോൾ സുവിശേഷവൽക്കരണത്തിലുള്ളതായ മാതൃക ആരുടെ മാതൃകയാണ്? ഈ മഹാനിയോഗം മുഹദാവിൽ ഏറ്റെടുത്ത ശിഷ്യന്മാരുടെ മാതൃകയാണ്. ഈ മാതൃക എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 30 വർഷം ഈ ശിഷ്യന്മാർ ഈ മഹാനിയോഗം എങ്ങനെ നിർവഹിച്ചു എന്നുള്ളതായ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മഹാനിയോഗം നിർവഹിക്കുമ്പോൾ അപ്പോസ്തലന്മാർ അനുസരിച്ച കാര്യം, ചെയ്ത കാര്യം അതുപോലെ നമ്മളും നിർവഹിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വീടുകളിൽ പോയി സുവിശേഷം പറയും. അപ്പോൾ അതിന് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായ രേഖ ഉണ്ട്. അവർ വീട് തോറും വിടാതെ ഉപദേശിച്ചു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും മഹാനിയോഗം ഏറ്റെടുത്ത ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ അവർ കൃത്യമായിട്ടും അനുസരിച്ച കാര്യമാണ്. അതുപോലെ അവർ പരസ്യമായിട്ടുള്ള പ്രസംഗങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള പല പ്രസംഗങ്ങളും നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ വായിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അവർ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് വ്യാപകമായി സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതായ കാര്യം, നമുക്ക് ഈ മഹാനിയോഗം മുഹദാവിൽ ഏറ്റെടുത്തതായ ശിഷ്യന്മാർ അതെങ്ങനെയൊക്കെ അനുസരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതേ പാത തന്നെ പിൻപറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ വഴിയിലുമൊക്കെ വീടുകളിലൊക്കെ പോയി സുവിശേഷം പറയുന്നത് കുറച്ചുകൂടി ഒരു താണനിലയിലുള്ള ശുശ്രൂഷയാണെന്നും വേദികളിൽ പ്രസംഗിക്കുന്നതാണ് വലിയ ശുശ്രൂഷ എന്നൊക്കെ ഉള്ളതായ വല്ലാത്ത തെറ്റിദ്ധാരണ ക്രിസ്തീയ ഗോളത്തിൽ വളരെ വ്യാപകമായിട്ട് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനിയോഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള നിയോഗവും അപ്പോസ്തലന്മാർ അതനുസരിച്ചതായ മാതൃകയും അതുപോലെ താഴ്മയോടെ ഏറ്റെടുത്ത് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ
ഈ വാക്കുകൾ പറയാനിടയായിട്ട് തീരുമ്പോൾ എൻ്റെ പ്രാർത്ഥന, ഞാൻ എവിടെയെങ്കിലും ഇനിയും മടങ്ങാനുണ്ടെങ്കിൽ മടങ്ങി വരുവാനിടയായിട്ട് തീരണം. അപ്പോൾ ഇനി അതിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിനെ അതുപോലെ അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചിന്തിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതവും ശുശ്രൂഷയും ഇനി ക്രമപ്പെടാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ക്രമപ്പെടണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വാക്കുകൾ ഒന്ന് വേറിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു സത്യം കൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. നമ്മൾ ഈ നാളുകളിലൊക്കെ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് വളരെ സജീവമായിട്ട് ചിന്തിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഒത്തിരി താമസമില്ല എന്നുള്ളതായൊരു ചിന്ത നമ്മുടെ മനസ്സിനെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കത്തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതായ ആവശ്യം ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇതിനോടൊക്കെ ചേർന്ന് കർത്താവ് വന്നില്ലെങ്കിലും നമ്മളങ്ങനെ വരുമെന്ന് വിശ്വസിച്ചാൽ നമുക്ക് നഷ്ടമില്ല, ഇല്ലേ? കാരണം 1-ാം നൂറ്റാണ്ട് മുതൽ ഭക്തന്മാർ അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാണ് ജീവിച്ചത്. അങ്ങനെ പ്രിയം വെച്ച് ജീവിക്കുന്നവർക്ക് ഒരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏത് കിരീടമാണത്? ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എന്നിട്ട് പൗലോസ് പറയുക, എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഒരാൾ ജീവിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല മേഖലകളിലുള്ള ഒരുക്കം ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? തന്നെത്താൻ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് ഒരുക്കമാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെളിപ്പാട് 22:7 നമ്മുടെ കർത്താവ് ആ വാഗ്ദത്തം നൽകുമ്പോൾ പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ വിഷയം പഠിക്കാനായിട്ട് ചില ക്ലാസ്സിൽ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകിയ ഈ മഹാനിയോഗത്തിൻ്റെ കൃത്യമായ അനുസരണത്തിലേക്ക് മടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് സാധിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ മടങ്ങാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് വന്നതിന് ശേഷം മടങ്ങാൻ പറ്റുമോ? മടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ അടിയന്തരമായിട്ടും ഈ നിയോഗത്തിൻ്റെ തനിമയിലേക്ക് മടങ്ങാനുള്ളതായ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, വചനം അനുസരിക്കുക എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം നൽകിയ ഈ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ, അവിടെ നമ്മുടെ അനുസരണം തുടങ്ങാനിടയായിട്ട് തീരട്ടെ. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിയ ശുശ്രൂഷയിൽ, നിയോഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ളതായ ആഴമേറിയ സമർപ്പണം പുലർത്താനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ നമുക്ക് 119 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു പോകാം. അവിടെ ഒരു മനോഹരമായ വാക്കുണ്ട്. ആ വാക്ക് ഇവിടെ ഒന്ന് നമുക്ക് ചേർത്ത് ഓർക്കാൻ ആവശ്യമുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. 119 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതെ അതെ എങ്കിലും ഒന്ന് വായിച്ചേക്കാം അല്ലേ? കൃത്യമായി അപ്പോൾ അവിടെ ആ 2 വാക്കുകളൊന്ന് അടിവരയിടണം. നീ അവയെ എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ദൈവം കൽപ്പിച്ച് തന്ന കാര്യം.
അപ്പം ഞാൻ ഈ മഹാനിയോഗത്തോടുള്ള ഒന്ന് പറഞ്ഞോട്ടെ. ഈ മഹാനിയോഗം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് തന്നിരിക്കുന്നതായ കൽപ്പനയാണ്. അതെന്ത് ഗൗരവമായിട്ടാണ് കർത്താവ് ആ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സ്നാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചില വാക്കുകളെടുത്ത് ചിന്തിക്കാറുണ്ട്. ഈ കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കൽപ്പന കൊടുക്കുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ ആ മഹാനിയോഗം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കർത്താവ്, ആ കൽപ്പന നൽകുന്ന കർത്താവിൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് 119 സംഗീതം 4-ാം വാക്യത്തിലെ ആ വാക്ക് നമുക്ക് ഒന്ന് അടിവരയിടണം. കൽപ്പിച്ച് തന്നിരിക്കുന്നതാണ്, കൽപ്പിച്ച് തന്നിരിക്കുന്നതാണ്. പിന്നെ ആ വാക്യത്തിലുള്ള മറ്റൊരു വാക്കും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. ഈ കൽപ്പന നമുക്ക് പ്രമാണിക്കാനായിട്ട് സാധിക്കണം, പ്രമാണിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനിയോഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ആ നിയോഗം അതുപോലെ പ്രമാണിക്കാനും സാധിക്കണം. പിന്നെ അതിൽ മറ്റൊരു വാക്ക് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ വാക്യം വായിച്ചത്. കൃത്യമായിട്ട് പ്രമാണിക്കണം, ആചരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗുരുനാഥൻ തന്നിട്ടുള്ളതായ ഈ കൽപ്പന പ്രമാണിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് പ്രമാണിക്കണം. അപ്പോൾ നമ്മുടെ ഈ മഹാനിയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ അല്പം പോലും വ്യതിചലിക്കുവാൻ ഇടയായിട്ട് തീരാതെ അതേറ്റവും കൃത്യമായിട്ട് പ്രമാണിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കൃത്യതയിലൊക്കെ വല്ല കുറവുകളും വന്നിട്ടുണ്ട് എന്ന് വരികിൽ ആ കുറവുകളെയെല്ലാം പരിഹരിച്ച് അതിൻ്റെ ഏറ്റവും കൃത്യതയിലേക്ക് ക്രമപ്പെടത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഈ വിഷയം ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വെളിച്ചം കിട്ടുന്ന അനുസരിച്ചുള്ള കാര്യത്തിൽ ക്രമപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചില എഴുത്തുകളും മറ്റുമൊക്കെ ചില പരാമർശങ്ങളുമൊക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലൈനിലൊന്ന് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാം. ഞാൻ ഒരിക്കലും ലേഖനം വായിക്കുമ്പോൾ അദ്ദേഹം വിശ്വാസികളുടെ ഇടയിലുള്ള സംഘടനകളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഈ എഴുതിയ ആൾ കുറച്ചൊരു രസകരമായിട്ട് എഴുതുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വാചകം ഇങ്ങനെ എഴുതാനിടയായിട്ട് തീർന്നു. എനിക്ക് ആ വാചകം ഓർക്കുമ്പോഴൊക്കെ തന്നെ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംഘടനയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാർക്കുണ്ട്, സഹോദരിമാർക്കുണ്ട്, പിന്നെ ചെറുപ്പക്കാർക്കുണ്ട്, പിള്ളേർക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി LKG ലൈനിലുള്ള പിള്ളേരുടെ ഒരു സംഘടനയാണ്, അതിനൊരു ബാക്കി ഒരു ഇത് കാണണോളൂ എന്ന് അദ്ദേഹം ഒരു വാചകം ആ ലേഖനത്തിൽ എഴുതാൻ ഇടയായിട്ട് തീർന്നു. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം എങ്ങനെ വന്നുകൂടി എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതായൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ളതായ ഈ വ്യതിചലനം എന്നുള്ളത് വളരെ സാധാരണയായി വന്നു പോകുന്നതിനുള്ളതായ സാധ്യത ഉണ്ട്. മറ്റൊരു സംഭാഷണം ഞാൻ ഓർപ്പിക്കുകയാണ്. എനിക്കറിയാവുന്ന 2 സുവിശേഷകന്മാർ. അതിലൊരു സുവിശേഷകനൊരു വലിയ ഭാരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രായമുള്ളവരെ നോക്കാൻ പ്രത്യേക കൃപയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രായമുള്ള അമ്മമാരെ നോക്കാനുള്ളൊരു മിനിസ്ട്രി തുടങ്ങണം എന്നുള്ളതായ ആഗ്രഹമുണ്ട്.
അപ്പോൾ ഞാനൊരു യോഗ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു താല്പര്യമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനിടയായിട്ട് തീർന്നു. ആ പറഞ്ഞ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ സജീവമായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനോട്, ഒരു സുവിശേഷകനോട് പറഞ്ഞു, ഇങ്ങനെയൊരു താല്പര്യമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സുവിശേഷകൻ പറഞ്ഞ ഉത്തരം അദ്ദേഹം ബില്ലിൽ എന്നോട് പറയാനിടയായി തീർന്നു. ഈ വിഷയം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം കർത്താവ് നിങ്ങൾ ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ നിയോഗം തന്നിട്ടുള്ളത്. നിയോഗം എന്തോ ഒരു വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ നിയോഗത്തിൻ്റെ വ്യക്തത അറിയാവുന്ന ആളുകളുമാണ്. അപ്പം അതുകൊണ്ട് ആ വഴിയിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കർത്താവ് എന്ന നിയോഗം കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ, വായിച്ചതും കേട്ടതുമായ ഈ സംഭാഷണം ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെയും, വ്യതിചലനത്തിനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ആകെപ്പാടെ ഒരു കൊച്ചായുസ്സേ ഉള്ളൂ. ഈ ആയുസ് നമ്മുടെ യജമാനൻ തന്നിട്ടുള്ളതായ ഈ മഹാനിയോഗത്തിലുള്ള കൽപ്പന ഏറ്റവും കൃത്യമായിട്ട് ആചരിച്ച് നമുക്ക് തന്നിട്ടുള്ളതായ സമയം ചെലവിടുവാനിടയായിട്ട് തീരണം. അപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ സമയവും സാധ്യതകളൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ളത് കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അതിൻ്റെ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ മഹാനിയോഗത്തുള്ള അനുസരണത്തിൻ്റെ കൃത്യത സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടുന്നതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനുള്ള കൃപ ഈ പഠനത്തിലൂടെ ലഭിക്കട്ടെ. ആത്മീക ഉണർവ് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ അനേക ഉണർവുകൾ ഉണ്ടായതായ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ചില ചരിത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ അപഗ്രഥിച്ചിട്ടുമുണ്ട്. എന്നുണർവുണ്ടായോ അന്നെല്ലാം ദൈവത്തിൻ്റെ ജനം ദൈവം തന്ന പ്രമാണത്തിലേക്ക് തിരിച്ചു വന്നു, മടങ്ങി വന്നു. അതാ ഉണർവ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന പ്രമാണം അതിൻ്റെ എല്ലാ കൃത്യതയിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവ് തന്നിട്ടുള്ള ഈ മഹാനിയോഗം അതിൻ്റെ എല്ലാ കൃത്യതയിലും ഈ തലമുറയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഒരു കാര്യം ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞിനി അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം എന്ന് കരുതുകയാണ്. നമ്മൾ മഹാനിയോഗത്തെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 5 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. നമ്മളതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ചിന്തിക്കും. പോയി പ്രസംഗിക്കണം, പിന്നെ സാക്ഷ്യം വഹിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഓർക്കാനിടയായിട്ട് തീർന്നു. സാക്ഷ്യം വഹിക്കണം. പിന്നെ ആളുകളെ സ്നാനപ്പെടുത്തണം. 4-ാമത്തേത് പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണം. 5-ാമത്തേത് പരിപാലിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് കർത്താവ് ആ കാര്യം പത്രോസിനെ മുമ്പിൽ നിർത്തിയാണ് പ്രധാനമായിട്ടും ഏൽപ്പിക്കുന്നത്. എൻ്റെ ആടുകളെ മേയ്ക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഞാൻ ഉൾക്കൊള്ളുന്നൊരു വലിയ സത്യം നിങ്ങളെ ഓർപ്പിക്കുക. ഈ 5 കാര്യവും ഏറ്റവും ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ഥലം സഭയോട് ചേർന്നാണ്. അപ്പോൾ ഒരു സ്ഥലം സഭയോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളതായ മഹാനിയോഗം കൃത്യമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മഹാനിയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല.
പക്ഷേ ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ വേദി എന്നുള്ളത് കർത്താവ് തൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ചതായ സഭയോട് ചേർന്നാണ്. ഒരു സഭയ്ക്ക് ഈ നിയോഗം എല്ലാ കൃത്യതയിലും നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ എല്ലാ കൃത്യതയിലും ഈ കാര്യം പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ മഹാനിയോഗത്തെ എല്ലാ കൃത്യതയിലും നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ ഈ മഹാനിയോഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, കർത്താവ് ഈ നിയോഗം നൽകുമ്പോൾ അതിൽ സൂക്ഷിക്കേണ്ട ചില നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ചില ക്ലാസ്സുകൾ പഠിപ്പിക്കാനിടയായിട്ട് തീരും. എന്നാൽ ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്ന ഈ കാര്യം, ഇപ്പോൾ സ്നാനപ്പെടുത്തണം എന്നുള്ളത് മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഒരു നിയമം പറയുന്നുണ്ട്. സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ നാമത്തിൽ സ്നാനപ്പെടുത്തണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞതിൽ തന്നെ എന്തോ ഒരു മനോഹരമായ ഉപദേശ വ്യക്തത ഉണ്ട്. ത്രിയേക ദൈവം എന്നുള്ള വിശ്വാസം പോലും നമ്മുടെ കർത്താവ് പറഞ്ഞ നിയോഗത്തിൽ ഉണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന ഏകവചനത്തിലാണിത് പറയുന്നത്. അപ്പോൾ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഈ ഉപദേശ സത്യം തന്നെ മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതായ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന നൽകുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ മഹാനിയോഗത്തിൻ്റെ നിർവഹണത്തിൽ വളരെ കൃത്യമായ ചില നിയമങ്ങൾ നിയോഗം തന്നവൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് നൽകിയതായ കാര്യം നമ്മൾ അനുസരിക്കുമ്പോൾ കർത്താവ് തന്നിട്ടുള്ള നിയമങ്ങൾ തെറ്റിക്കുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളിതിൻ്റെ ആമുഖത്തിൽ ചിന്തിക്കുന്നൊരു കാര്യം, കർത്താവിൻ്റെ ആ വലിയ നിയോഗം നമ്മൾ അതിലേക്ക് ശരിയായി മടങ്ങാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ളതായ നിയമങ്ങൾ ഏറ്റവും കൃത്യമായി സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ദൈവം ആദ്യം കൽപ്പനയും നിയമമൊക്കെ കൊടുത്തത് ആർക്കാണ്? ആദാമിനും ഹവ്വയ്ക്കുമാണ് കൊടുത്തത്. ആ കൽപ്പന നമ്മൾ എടുത്തു വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ആ കൽപ്പനയുണ്ടല്ലോ, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ കൽപ്പനയിൽ യാതൊരു അവ്യക്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യ മാതാപിതാക്കൾ ആ നിയമത്തെ ലംഘിച്ചു. ഞാൻ ചില പ്രസംഗങ്ങളിലൊക്കെ ഇതെടുത്ത് പറയാറുണ്ട്. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആ തലമുറ ദൈവം കൊടുത്ത നിയമം ലംഘിച്ച കാര്യം പറയുന്നുണ്ട്. ദൈവം കൊടുത്ത നിയമം ലംഘിച്ച കാര്യം ഹോശേയ പ്രവാചകൻ പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പ്രവാചകൻ
ജനത്തോട് സംസാരിക്കുമ്പോൾ ആരെപ്പോലെ നിയമം ലംഘിച്ചു എന്നാണ് പറയുന്നത്? ആദാം എന്ന പോലെ നിയമം ലംഘിച്ചു. എന്നെ ഒരു ദിവസം വചനം ധ്യാനിക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടുത്തിയൊരു വാക്യമാണിത്. കാരണം ആദാം നിയമം ലംഘിച്ച് 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഹോശേയ പ്രവാചകൻ ജനത്തോട് സംസാരിക്കുന്നത്. പക്ഷെ ജനത്തോട് സംസാരിക്കുമ്പോൾ എന്നെ എടുത്തു പറയണത് ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ച ആദ്യ പിതാവിനെക്കുറിച്ച്, ആദാമിനെക്കുറിച്ച്, ആദാം ലംഘിച്ചതുപോലെയാണ് ലംഘിച്ചത് എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് അവിടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സന്ദേശമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് വളരെ കുറച്ച് നാളേ ഉള്ളൂ. ആദാം പിന്നെ കുറച്ച് അധികം വർഷം ജീവിച്ച ആളാണ് അല്ലേ? 900-ലധികം വർഷം ജീവിച്ച ആളാണ്. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ദൈവം തന്ന നിയമങ്ങളെ തെറ്റിക്കാൻ ഇടയായിട്ട് തീരുന്നത്, ആ ലംഘനത്തിൻ്റെയൊക്കെ രേഖകൾ ആരുടെ കൈവശമുണ്ട്? ദൈവത്തിൻ്റെ കൈവശം ഉണ്ട്. 3000 വർഷം കഴിഞ്ഞ ശേഷം ഹോശേയ പ്രവചനം പറഞ്ഞു എന്ന് പറയുന്നേക്കാൾ എന്തോ ഒരു ഗൗരവമായൊരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ എല്ലാ ലംഘനങ്ങളും വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം കുറിച്ച് വച്ചിട്ടുണ്ട്, അതെല്ലാം അവിടെ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ ഈ വാക്യം വളരെ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മൾ നിയമം ലംഘിച്ച് ജീവിച്ചാൽ ആ തലമുറയിലും അത് സാക്ഷ്യക്കുറവായിരിക്കും. അതറിയുന്ന അടുത്ത തലമുറകൾക്കും ആ തലമുറകളുടെ മുമ്പിലും ആ സാക്ഷ്യക്കുറവുണ്ടായിരിക്കും. പക്ഷെ അവിടെയൊന്നും തീരില്ല. അതെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വരാനിടയായിട്ട് തീരും. അപ്പോൾ ഇതെന്താ നമുക്ക് നൽകുന്ന സന്ദേശം? നമ്മൾ ജീവിക്കുന്ന കാലം ദൈവത്തിൻ്റെ നിയമങ്ങളെ വളരെ കൃത്യമായി സൂക്ഷിച്ച് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് എല്ലാ വിഷയങ്ങളുള്ള ഇതിലും പ്രസക്തമാണ്. പക്ഷെ നമ്മുടെ ഗുരുനാഥൻ ഉയർത്തുന്നതിന് ശേഷം തന്നതായ ഈ മഹാനിയോഗത്തിൻ്റെ വ്യവസ്ഥകളും നിയമങ്ങളും ഏറ്റവും ശരിയായി സൂക്ഷിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവ് നൽകിയിട്ടുള്ള ഈ നിയോഗത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി ആ നിയമങ്ങളെ കൃത്യമായി പാലിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതോട് ചേർത്ത് ഞാൻ മലാക്കി 2:5 വാക്യം കൂടി ഒന്ന് പരാമർശിക്കുകയാണ്. അതിൻ്റെ വിശദീകരണം മുഴുവനും ഒന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒന്ന് ചേർത്ത് നോക്കാം എന്ന്. അപ്പോൾ അവിടെ ഇത് വളരെ പ്രചോദകമായിട്ടുള്ള ഒരു വചനമാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ വചനം ഏറെ ആസ്വദിക്കുവാനിടയായിട്ട് തീർന്നതായ വചനമാണ്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുള്ളൊരു വാക്യമാണ്. അവനോടുള്ള എൻ്റെ നിയമം. അപ്പോൾ അത് ദൈവം പറയുകയാണ്, അവനോടുള്ള എൻ്റെ നിയമം. അപ്പോൾ അവിടെ നമുക്ക് ഉൾക്കൊള്ളാവുന്നൊരു കുറിപ്പ്, നിയമം ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇതെൻ്റെ നിയമമാണ് എന്നുള്ളതായ കാര്യം
ഏറ്റവും വ്യക്തമായി ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നിയമം ദൈവത്തിൻ്റെ ആണെങ്കിൽ ഈ നിയമം മനുഷ്യർക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല. മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ നിയമം അനുസരിച്ച് ജീവിക്കാം. അപ്പോൾ ഈ നിയമം ദൈവത്തിൻ്റെ ആകയാൽ, ദൈവം തന്നതാകയാൽ അതിനെ ഓൾട്ടർ ചെയ്യാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. കർത്താവ് തന്ന മഹാനിയോഗത്തെ ഇന്ന് എത്രയോ വികലമായിട്ടാണ് വ്യത്യാസപ്പെടുത്തി ആളുകൾ അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. തങ്ങളുടെ സൗകര്യം പോലെ വ്യത്യാസപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അനുവാദമില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ വളരെ ഗൗരവമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. എൻ്റെ നിയമമാണ്, അത് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ആർക്കുള്ള നിയമമാണെന്നുള്ളതും അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനോടുള്ള എൻ്റെ നിയമം തൻ്റെ മക്കൾക്കുള്ളതാണ്. പ്രധാനമായിട്ടും ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വാക്കുകൾ ഓർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. നിയമം ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലാത്തവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇവിടെ തൻ്റെ ജനത്തോടാണ് പ്രവാചകൻ സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെ എല്ലാ ബഹുമാനത്തിനും സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഞാൻ ഈ വാക്യം വായിച്ച് ധ്യാനിക്കുമ്പോൾ സന്തോഷത്തോടെ ഓർത്തൊരു കാര്യം, ദൈവത്തിൻ്റെ നിയമത്തോടുള്ള അനുസരണം ജീവനും സമാധാനവും ആണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തോട്, ദൈവത്തിൻ്റെ നിയമത്തോട് നാം പുലർത്തുന്ന അനുസരണം അത് ജീവനാണ്, സമാധാനമാണ്. സമാധാനമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിലൊരു സൂചന ഞാൻ അവിടെ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ സുവിശേഷ വേലയുടെ വഴിയിൽ ചില കാര്യങ്ങളൊക്കെ ഇത് അത്ര ശരിയാണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നാൻ ഇടയുണ്ട്. സ്വാഭാവികമാണത്. ഇതൊക്കെ വചനപ്രകാരം ശരിയാണോ എന്നുള്ളതായ ആശങ്കകൾ പല കാര്യങ്ങളിലും തോന്നാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. രാവിലെ നമ്മൾ സുവിശേഷം പറയാനായിട്ട് ചില വീടുകളിൽ പോവുകയാണ്. ഇനി ഇത് ശരിയായിരിക്കുമോ എന്ന് നമുക്കൊരു ആശങ്കയ്ക്ക് ആവശ്യമുണ്ടോ? യാതൊരു ആശങ്കയ്ക്കും ആവശ്യം ഇല്ല. ക്ലിയർ കട്ടാണ്. നമ്മൾ പരസ്യ സ്ഥലത്ത് സുവിശേഷം പറയാൻ നിൽക്കുകയാണ്, ഇതിങ്ങനെ ചെയ്യാമോ, ഇത് വല്ല കുഴപ്പമുണ്ടോ, അങ്ങനെ സന്ദേഹിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ കർത്താവ് തന്ന നിയോഗത്തിലും അപ്പോസ്തലന്മാരുടെ ആചരണത്തിലും അതെത്രയോ കൃത്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇത് ശരിയാണോ എന്ന് സംശയം തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകണ്ട. കാരണം ശരിയാണെന്ന് പൂർണ്ണമായി ഉറപ്പുള്ള കാര്യം ചെയ്തല്ലോ. ഉറപ്പുള്ള കാര്യം ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ ചെയ്യാനുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വചനത്തോടുള്ള കൃത്യമായ അനുസരണം ഒരാൾക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ അത് ജീവനും സമാധാനവുമാണ്. അതിനകത്തൊരു അസമാധാനത്തിൻ്റെയോ അസ്വസ്ഥതയുടെയോ ആവശ്യമില്ല. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, അതിനടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വന്നാൽ നന്നായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തരുന്ന നിയമങ്ങൾ, ആ നിയമത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടുള്ള ഏറ്റവും കൃത്യമായ അനുസരണം സൂക്ഷിക്കത്തക്കവണ്ണം
ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.